ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ബംഗ്ലാദേശിനെയും മ്യാൻമാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മാനുഷിക ഇടനാഴിയിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉള്ള താല്പര്യം, അതുപോലെ അത് ഈ റീജിയനെ എങ്ങനെ ബാധിക്കും. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ തുടങ്ങുമ്പോൾ ബംഗ്ലാദേശ് മ്യാൻമാറും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്നുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കിഴക്ക് നോക്കുവാണെങ്കിൽ അതിൻ്റെ തെക്ക് കിഴക്കായിട്ട് അവർ ബർമയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ആ അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കോക്സ് ബസാർ. ഇനി ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ബർമയുടെ സംസ്ഥാനമാണ് റഖൈൻ അല്ലെങ്കിൽ അരാക്കൻ. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശ് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. ഒരു ബംഗാളി വംശ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ബംഗ്ലാദേശ്. മ്യാൻമാർ ആകട്ടെ ഒരു ബുദ്ധമതം ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. ഈ മ്യാൻമാറിൻ്റെ അരാക്കൻ പ്രവിശ്യയിൽ അവിടെ കാലാകാലങ്ങളായിട്ട് താമസിക്കുന്ന ബുദ്ധമതക്കാരുണ്ട്. അവർ അരാക്കൻ വംശജരാണ്. അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ബംഗാളി വംശജരായ മുസ്ലിങ്ങളുണ്ട്. അവരാണ് രോഹിംഗ്യ എന്ന് പറയുന്നത്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഭയങ്കര വംശീയ സംഘർഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം രോഹിംഗ്യ അഭയാർത്ഥികൾ ബംഗ്ലാദേശിലേക്കും പിന്നീട് ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്കും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ബർമയിൽ ഭയങ്കര പ്രശ്നമെന്ന് നമ്മൾ നേരത്തെയുള്ള പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബർമയിൽ ഭയങ്കര ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് അല്ലെങ്കിൽ പട്ടാള ഗവൺമെൻറ്റിൻ്റെ അധികാരം പലയിടത്തും നഷ്ടമായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ഭാഗം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഓരോ വംശീയ സായുധ സംഘങ്ങളാണ്. ഇനി ബംഗ്ലാദേശിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 1 കൊല്ലത്തിനുള്ളിൽ ബംഗ്ലാദേശിലും ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന ഭരണം നഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് നാട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലമുള്ള ഗവൺമെൻറ്റിൻ്റെ നേതാവ് മുഹമ്മദ് യൂനിസാണ്. അപ്പോൾ മുഹമ്മദ് യൂനിസ് എന്ന വ്യക്തിക്ക് പാശ്ചാത്യരായിട്ടും അമേരിക്കയായിട്ടൊക്കെ ഭയങ്കര ഡീപ്പ് ടൈസ് ഉള്ള വ്യക്തിയാണ്. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇവിടെയുള്ള താല്പര്യം. അപ്പോൾ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഈ മ്യാൻമാറിൽ കാര്യമായ താല്പര്യങ്ങളുണ്ട്. അവരുടെ പലപ്പോഴും സൈനിക തന്ത്രജ്ഞരും അതുപോലെ അവിടെ നിന്നുള്ള NGOസും എല്ലാം ആക്റ്റീവായിട്ട് മ്യാൻമാറിൻ്റെ പല മേഖലകളിൽ, ഇപ്പോൾ കച്ചിൻ വംശജരുടെ മേഖലകളിലും ചിൻ വംശജരുടെ മേഖലകളിലും എല്ലാം വളരെയധികം ആക്റ്റീവാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു CIA ആക്ടിവിറ്റീസ് മ്യാൻമാറിൽ വളരെ ആക്റ്റീവാണ്. അവിടുത്തെ പല റിബൽ ഗ്രൂപ്പുകളുമായിട്ടും CIAക്ക് വളരെ നല്ല ബന്ധമുണ്ട്. ഇനി മ്യാൻമാറിൻ്റെ മാപ്പ് നോക്കുക. അപ്പോൾ ഈ അരാക്കൻ പ്രവിശ്യ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ബേ ഓഫ് ബംഗാളിന് ബോർഡർ ചെയ്യുന്നൊരു പ്രവിശ്യയാണ്. അപ്പോൾ ചൈനയ്ക്ക് മ്യാൻമാറിൽ വലിയ പദ്ധതികളുണ്ട്. അപ്പോൾ അതിനാണ് ചൈന മ്യാൻമാർ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ റോഡും പോർട്ട്സും പവർ പ്ലാന്റുകളും മൈനുകളും പ്ലാന്റേഷനുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ചൈന മ്യാൻമാറിൽ പണിയുന്നൊരു പോർട്ട് സിറ്റി ഉണ്ട്. അതിൻ്റെ പേരാണ് ക്യോക്പ്യൂ. അപ്പോൾ അതുവഴി ചൈനയുടെ ഒരു നാവിക പ്രസൻസ് ബംഗാൾ ഉൾക്കടലിലേക്ക് വരുത്താനാണ് ശ്രമിക്കുന്നുണ്ട്. അതവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയും മ്യാൻമാറും തമ്മിലുള്ള ബന്ധം ചൈനയ്ക്ക് മ്യാൻമാറിന് വളരെയധികം വേണം. കാരണം മ്യാൻമാർ ചൈനേനെ വളരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായും ആയുധപരമായിട്ടുമല്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബർമ ഗവൺമെൻറ് വളരെ വീക്കായിട്ടിരിക്കുമ്പോൾ പട്ടാള ഗവൺമെൻറ് വളരെ വീക്കാണ്. ഓരോരോ സായുധ ഗ്രൂപ്പുകൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അരാക്കൻ പ്രവിശ്യ നോക്കുവാണെങ്കിൽ അരാക്കനിൽ വിജയിക്കുന്ന ഗ്രൂപ്പ് അരാക്കൻ ആർമി എന്നൊരു ഗ്രൂപ്പാണ്. അത് 2009 ഉണ്ടായ ഗ്രൂപ്പാണ്. അപ്പോൾ അരാക്കൻ ആർമിക്ക് ചൈനയായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ അവിടെ ചൈനയുടെ ഇൻഫ്ലുവൻസ് കൂടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ ഇത് അമേരിക്കയെ സംബന്ധിച്ചും പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചും ഒരു നല്ല സിനാരിയോ അല്ല. അപ്പോൾ അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കും അതുപോലെ ബംഗ്ലാദേശിലും മ്യാൻമാറിലൊക്കെ അവരുടേതായ നെറ്റ്വർക്കുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന ഭരണ അട്ടിമറി തന്നെ അതൊരു കളർ റെവല്യൂഷനാണ് എന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട്. അതായത് അമേരിക്കയിലെ NGOs ഒക്കെ ഫണ്ട് ചെയ്തിട്ടുള്ള കാര്യമായ ഭരണവിരുദ്ധ വികാരം ബംഗ്ലാദേശിലുണ്ട്. അതിന് നമുക്ക് അമേരിക്കയെ കുറ്റം പറയാൻ പറ്റില്ല. ഭരണത്തിൽ അഴിമതിയും അടിച്ചമർത്തലും എല്ലാം ഉണ്ട്. പക്ഷേ ആ പ്രൊട്ടസ്റ്റുകൾ പെരുപ്പിച്ചതിലും അത് വിജയിപ്പിച്ചതിലൊക്കെ അമേരിക്കൻ ബേസ്ഡ് മാധ്യമങ്ങൾക്കും NGOകൾക്കും വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അവിടെ ആ ഭരണ അട്ടിമറിയിൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ അമേരിക്കയിലെ ഡീപ്പ് സ്റ്റേറ്റിനൊരു പങ്കുണ്ട്. അപ്പോൾ അമേരിക്ക അതിന് പകരമായിട്ട് മുഹമ്മദ് യൂനിസിനെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ മ്യാൻമാറിലെ അരാക്കൻ പ്രവിശ്യയിലും എല്ലാം ചൈന വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ചൈനയെ കൗണ്ടർ ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ പ്രസൻസ് അവിടെ വേണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ അടുത്തിടെ പറഞ്ഞൊരു പദ്ധതിയാണ് ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ അല്ലെങ്കിൽ മാനുഷിക ഇടനാഴി. അപ്പോൾ അതിന് കാരണമായിട്ട് പറഞ്ഞത്
നമ്മുടെ റഖൈൻ അല്ലെങ്കിൽ അരാക്കൻ പ്രവിശ്യയിൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് യുദ്ധമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ വീടും നാടൊക്കെ നഷ്ടപ്പെട്ട് ഓടിപ്പോയിരിക്കുവാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ തന്നെ ഏകദേശം 10 ലക്ഷത്തോളം രോഹിംഗ്യകളുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് ഒരു ദരിദ്ര രാജ്യമാണ്. അവർക്ക് എടുക്കാവുന്ന അഭയാർത്ഥികളുടെ എണ്ണം ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡാണ്. അവരവരുടേതായ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോറിഡോർ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ അഭയാർത്ഥികൾക്ക് തിരിച്ചു പോകാനും മ്യാൻമാറിലെ ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളും മരുന്നും പുതപ്പും അങ്ങനെയുള്ളതൊക്കെ എത്തിച്ചു കൊടുക്കുവാനുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനുഷികമായ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന് UN-ൻ്റെയും പല NGOs അതുപോലെ അമേരിക്കയുടെയൊക്കെ സപ്പോർട്ടുണ്ട്. പക്ഷേ പല വിദഗ്ധരുടെയും അഭിപ്രായം ഇതിന് പല തലങ്ങളുണ്ട്. കാരണം ഇതിന് മാനുഷികമായ തലം മാത്രമല്ല, ഇത് മാനുഷികതയുടെ ഒരു കവറുള്ള, തീർച്ചയായും ഇത് അവിടുത്തെ സാധാരണ ജനങ്ങൾ ഗുണം ചെയ്യും. പക്ഷെ അതിലുപരി അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവും ഈ കോറിഡോർ വഴി. കാരണം അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പറ്റും ഈ ഏരിയകളിൽ. അപ്പോൾ ഇതിനെപ്പറ്റി ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭയങ്കര തർക്കമായിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് ഗവൺമെൻറ് ഈ കോറിഡോറിന് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. അവർക്കത് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇത് നടപ്പാക്കിയാൽ ബംഗ്ലാദേശിലെ ഒരു പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കും ബംഗ്ലാദേശിലെ സൈനിക തലവനായ വക്കീസ് ഉൾ സമാനും ഇതിനെ വ്യക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോറിഡോർ നടപ്പാക്കിയാൽ അവിടെ ബംഗ്ലാദേശിൻ്റെ പരമാധികാരം കുറവായിരിക്കും, അവിടെ വിദേശ രാജ്യങ്ങൾ കയറി കളിക്കും. അങ്ങനെ ബംഗ്ലാദേശിൽ ഒരു വലിയ വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ. അപ്പോൾ ബംഗ്ലാദേശിൽ ചൈന ബംഗ്ലാദേശുമായിട്ട് കാര്യമായിട്ട് ബന്ധമുള്ളൊരു രാജ്യമാണ്. അതുപോലെ അമേരിക്കയും ബംഗ്ലാദേശിൽ ഡീപ്പ് ഇൻട്രോഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി എന്താണ് ഇന്ത്യക്ക് ഇത് വളരെ പ്രാധാന്യമുള്ളത്? ഇന്ത്യയുടെ വളരെ തന്ത്രപ്രധാനമായ വടക്കുകിഴക്ക് ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ വടക്കുകിഴക്ക് നമുക്കറിയാം, നമുക്ക് ധാരാളം സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്, ചൈനയുടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശ് ഹോസ്റ്റൈൽ ആയാൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മ്യാൻമാറിൽ നിന്ന് വരുന്ന മയക്കുമരുന്നിൻ്റെയും അതുപോലെ അവിടെ നിന്നുള്ള പല വിമത ഗ്രൂപ്പുകളുടെയും പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അവിടെയായിട്ടുള്ള ആക്സസ് തന്നെ വളരെ ചെറുതാണ്. അപ്പോൾ നമ്മളും മ്യാൻമാറിൽ പല പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റ്വേ എന്ന് പറഞ്ഞൊരു ഒരു പോർട്ട് പണിത് അവിടെ കലദാൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റ് എന്നൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ആ ഏരിയ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഈ റിബൽ ഗ്രൂപ്പുകളാണ്. അപ്പോൾ നാളെ ഇന്ത്യയുടെ പോളിസി മാറ്റേണ്ടതായിട്ട് വരും. ബർമയിലെ ഗവൺമെൻറ് വ്യക്തമായിട്ടും ശക്തിയില്ലാണ്ട് ഓരോ സ്ഥലവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ അരാക്കൻ ആർമിയായിട്ട് ഓൾറെഡി ബന്ധങ്ങളൊക്കെ തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെ മീസോറാമിലെ വംശഗ്രൂപ്പ്, അതായത് മീസോ വംശജരും മ്യാൻമാറിലെ ചിൻ വംശജരും തമ്മിൽ വളരെ സിമിലറാണ്. അത് ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും തമിഴന്മാരെ പോലെയാണ്, അവർക്ക് വംശപരമായ ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ മീസോറാമിലെ MP കുറച്ച് കാലം മുമ്പ് ബർമ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധം, ഒരു പീപ്പിൾ ടു പീപ്പിൾ ടൈ ഡെവലപ്പ് ചെയ്യാനും അത് തുടർന്ന് ഇന്ത്യക്ക് ഗുണം ചെയ്യാനുമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇനിയുള്ള നയങ്ങൾ ബർമയിലെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ളതായിരിക്കും. അവിടെ ഒരു പരിധി കൂടുതൽ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് കൂടുന്നത് ഇന്ത്യക്ക് അത്ര നല്ലതായിരിക്കില്ല. എന്ന് വെച്ച് അമേരിക്ക തീരെ വീക്കായി ബർമ ഒരു പൂർണ്ണ ചൈനീസ് സ്വാധീന മേഖലയാവുന്നത് ഇന്ത്യക്ക് അതിലും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യയുടെ പല താല്പര്യങ്ങളുണ്ട്. ഒന്ന് ഇല്ലീഗലായ ആംസ്, ഡ്രഗ്സ്, അഭയാർത്ഥികളുടെയൊക്കെ പ്രവേശനം കുറേ തടയുക, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കുക, നമ്മുടെ റിബൽ ഗ്രൂപ്പുകൾക്ക് ബർമയിൽ അഭയം കിട്ടാണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം കലർന്നൊരു പോളിസി ആയിരിക്കും ഇന്ത്യ സ്വീകരിക്കുക. അപ്പോൾ ഏതായാലും ഇന്ത്യയുടെ നയങ്ങളെ സൂചിപ്പിക്കുന്നത് പ്രാക്ടിക്കലി ഇന്ത്യ അവിടുത്തെ പല റിബൽ ഗ്രൂപ്പുകളുമായിട്ടും, ഇപ്പോൾ ചിൻ റിബൽ ഗ്രൂപ്പുമായിട്ടും അതുപോലെ അരാക്കൻസുമായിട്ടും ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ ഇതിലും പ്രശ്നങ്ങളുണ്ട്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മണിപ്പൂരിൽ ഇന്ത്യയിലെ ആസം റൈഫിൾസ് 10 വിമതരെ വെടിവെച്ചു കൊന്നു. അത് ബർമീസ് വിമതരായിരുന്നു. അവർ ബർമയിലെ നാഷണൽ യൂണിറ്റി ഗവൺമെൻറ് കീഴിൽ വർക്ക് ചെയ്യുന്ന പീപ്പിൾസ് ഡിഫൻസ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു വെടിവെച്ച് കൊല്ലുന്ന സംഭവം വളരെയേറെ ഒരു വാട്ടർഷെഡ് മൊമെൻ്റാണ്. കാരണം ഇന്ത്യ ബർമയിലെ റിബൽ ഗ്രൂപ്പുകളായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് പോകാൻ ശ്രമിക്കുവാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു കൊലപാതകം, അത് മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ബന്ധങ്ങൾക്ക് പ്രശ്നവും. അങ്ങനെ നമ്മുടെ ബന്ധം പ്രശ്നം വന്നാൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നാളെ ബർമയിൽ പല ഭാഗവും ഭരിക്കാൻ പോകുന്ന റിബലുകളാണ്. അപ്പോൾ അവർ ശക്തിയായി കഴിഞ്ഞാൽ, അപ്പോൾ താലിബാൻ വിജയിച്ചു കഴിഞ്ഞുള്ള അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥയാവും. പെട്ടെന്ന് നമുക്കൊരു ഹോസ്റ്റൽ ഇത് വരും. അപ്പോൾ നമ്മൾ എന്താണ് അഫ്ഗാനിസ്ഥാനിൽ ചെയ്തത്? താലിബാനുമായിട്ട് പയ്യെ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതുപോലെ ഒരു പ്രാക്ടിക്കൽ ആൻഡ് പ്രാഗ്മാറ്റിക് പോളിസിയാണ് ഇന്ത്യ മ്യാൻമാറിൽ സ്വീകരിക്കേണ്ടത്. മ്യാൻമാറിലെ പല റിബൽ ഗ്രൂപ്പുകളുമായിട്ടും ഇന്ത്യ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തണം. അവർക്ക് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ചെയ്യണം, അതായത് മരുന്നും ഭക്ഷണവും ചികിത്സയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അവരുടെ സഹായത്തോടുകൂടി ഈ ആയുധത്തിൻ്റെ മയക്കുമരുന്നിൻ്റെയൊക്കെ കടത്ത് കുറേയേറെ തടയാൻ പറ്റും. അങ്ങനെ വന്നാൽ അത് ഇന്ത്യയുടെ ദേശസുരക്ഷയ്ക്കും ഇന്ത്യയുടെ എക്കണോമിക്കും എല്ലാം വളരെ ബെനിഫിഷ്യലായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക. ഈ വീഡിയോ സോഷ്യൽ സർക്കിൾസിൽ കൂടുതൽ ഷെയർ ചെയ്യുക.